പവിത്രത്തിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് വിക്രം അധ്വാനിച്ച പണം കൊണ്ട് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ വേദ. എന്നാൽ വേദ പറഞ്ഞ വാക്കൊക്കെ അതുപോലെ തന്നെ അനുസരിക്കാണ് വിക്രം. വിക്രം നേരെ ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് പറഞ്ഞിട്ട്, സാറേ എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ലീവ് തരണം, എനിക്ക് അർജൻറ്റായിട്ട് ചെയ്തു തീർക്കാനൊരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ശ്രീനിവാസൻ സാർ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഈ പറയുന്നത്? നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇങ്ങനെ ഫോർമാലിറ്റിയോടുകൂടി സംസാരിക്കൊന്നും വേണ്ടല്ലോ. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിൻ്റെ ഇഷ്ടത്തിന് ചെയ്യാലോ. ഞാൻ ഒരിക്കലും നിന്നെ തടയാനൊന്നും വരില്ലടോ എന്ന് പറയും. അങ്ങനെ ശ്രീനിവാസൻ സാറോട് അനുവാദം ചോദിച്ചുകൊണ്ടായിരിക്കട്ടെ വിക്രം അവിടെ നിന്നും പോകുന്നത്. വിക്രം അങ്ങനെ ഓരോരോ സ്ഥലത്തായിട്ട് ജോലി അന്വേഷിക്കും. ഓരോ കടകളായിട്ടും ഓരോ സ്ഥാപനങ്ങളായിട്ടും മാറി മാറി ഇങ്ങനെ ജോലി അന്വേഷിക്കുന്ന സമയത്തൊക്കെ ഒരു ദിവസത്തേക്കൊന്നും അവർ ജോലി തരില്ല എന്നായിരിക്കും പറയുന്നത്. കുറേ അധികം ചോദിക്കുന്ന സമയത്തിന് ഒരാൾ വിക്രത്തിന് ജോലി കൊടുക്കാമെന്ന് സമ്മതിക്കാണ്. ഇന്ന് സ്ഥിരമായിട്ട് ഇങ്ങോട്ടേക്ക് ജോലിക്ക് വരുന്ന ആൾ ലീവാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ജോലി ഏതായാലും താൻ ചെയ്യുമെന്ന് പറയും വിക്രത്തിനോട്. അന്നേരം വിക്രം പറഞ്ഞിട്ട്, അതെ എനിക്കൊരു 2000 രൂപയുടെ ജോലി വേണമെന്ന് പറയുന്ന സമയത്തിന് കടക്കാരൻ ചോദിക്കുന്നുണ്ട്, എന്ത് 2000 രൂപയുടെ ജോലിയോ? എന്നാൽ പിന്നെ ജോലി ഇത്ര കടുപ്പത്തിലായിരിക്കും. അപ്പോൾ എനിക്ക് 2000 രൂപ തന്നാൽ മതി, അതിന് വേണ്ടിയിട്ട് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറയും വിക്രം. അങ്ങനെ വലിയ ചുമടെടുക്കുന്ന ജോലിയായിരിക്കട്ടെ വിക്രത്തിന് കൊടുത്തേക്കുന്നത്. വിക്രം ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നത് കണ്ടിട്ട് മുതലാളിയുടെ കണ്ണ് തള്ളിപ്പോവാണ്. എന്നിട്ട് മുതലാളി പറഞ്ഞിട്ട്, ഇയാൾ ഇങ്ങോട്ടേക്ക് സ്ഥിരമായിട്ട് ജോലിക്ക് വരുവാണെങ്കിൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാമായിരുന്നു. അന്നത്തെ ദിവസം ഏതായാലും വിക്രം നന്നായിട്ട് ജോലി ചെയ്തിട്ട് നന്നായിട്ട് ക്ഷീണിക്കുന്നുണ്ട്. അന്ന് മുഴുവനായിട്ട് ഭാരമുള്ള ചുമടെല്ലാം ഏറ്റിയതിന് ശേഷം കയ്യിലും പുറത്തും മേലാകെ മുറിവായിരിക്കും. അന്ന് ദിവസം മുഴുവൻ ജോലി ചെയ്തതിന് ശേഷം വിക്രം പറഞ്ഞതുപോലെ തന്നെ 2000 രൂപ കൊടുക്കുന്നുണ്ടോ മുതലാളി. ആ പൈസയുമായിട്ട് കടയിലേക്ക് ചെന്നുകൊണ്ടതിന് വിക്രം നേരെ അമ്മക്കും അച്ഛനുള്ള ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യും. വിക്രം അധ്വാനിച്ച പൈസ കൊണ്ട് അച്ഛനമ്മമാർക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന അതേ സമയത്ത് തന്നെ ആയിരിക്കട്ടെ വേദ ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷകരമാക്കാൻ വേണ്ടിയിട്ട് കേക്കൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ നല്ലൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് പോലും മാഷ് ഇതിൽ വലിയ സന്തോഷമൊന്നും പ്രകടിപ്പിക്കാതെയായിരിക്കും നിൽക്കുന്നത്. മാഷ് പറഞ്ഞിട്ട്, അതെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇന്നേ വരെ ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കമലമ്മ പറഞ്ഞിട്ട്, എന്താ മാഷ ഇത് മോളിങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെ എതിരൊന്നും പറയല്ലേ, ഒരു തവണ നമ്മളിങ്ങനെയൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്താ കുഴപ്പം? എന്നിട്ട് ചോദിക്കുന്നത്, അല്ല മോളെ വിക്രം വരുമോ എന്ന് ചോദിക്കുന്ന സമയത്തിന്, ആ അമ്മേ വിക്രം ഇപ്പം തന്നെ വരുമെന്ന് പറയാണ് വേദ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ വിശ്വൻ അങ്ങോട്ടേക്ക് വരുന്നത്. വിശ്വൻ ആകെ ജോലി ചെയ്ത് ക്ഷീണിച്ചതുപോലെ ആയിരിക്കും വീട്ടിലേക്ക് കടന്നു വരുന്നത്. ചുമ്മാ ജോലിക്കാണെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പാൻറ്റും സൂട്ടും കോട്ടൊക്കെ ഇട്ടുകൊണ്ടതിന് അങ്ങോട്ടേക്ക് ജോലിക്കാണെന്ന് പറഞ്ഞ് പോവായിരിക്കും. എന്നാൽ വിശ്വൻ ജോലിക്കൊന്നും പോവാതെ ചുമ്മാ ബീച്ചിൽ പോയിട്ട് കറങ്ങി അടിച്ച് വരുന്ന വരവായിരിക്കട്ടെ അത്. ശ്രീജക്കാണെങ്കിൽ വിശ്വൻ്റെ ഈ ഒരു ക്ഷീണം കാണുന്ന സമയത്തിന് വല്ലാത്ത സങ്കടം തോന്നും. ശ്രീജ വന്ന് ചോദിക്കുന്നൊരു, വിശ്വേട്ട നല്ല ക്ഷീണമുണ്ടോ? ഞാൻ വിശ്വേട്ടൻ എന്തെങ്കിലും കുടിക്കാനെടുക്കട്ടെ? അപ്പോൾ ഇപ്പോൾ ഒന്നും വേണ്ട, ഇനിയിപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാമെന്ന് പറയുന്നുണ്ട് വിശ്വം. വേദ ഏതായാലും ഇനി അധികം കാത്തു നിൽക്കണ്ട എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അമ്മയുടെയും അച്ഛൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കൊക്കെ മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന സമയത്തായിരിക്കട്ടോ അധ്വാനിച്ച പൈസ കൊണ്ട് ഡ്രസ്സ് വാങ്ങിച്ചു കൊണ്ട് തന്നെ വിക്രം അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വിക്രം സന്തോഷത്തോടു കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്തിന് വേദ അങ്ങനെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അത് അച്ഛനമ്മമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ വിക്രത്തിനാവട്ടെ അത് കൊടുക്കാനൊരു പേടിച്ച് മടിച്ചിങ്ങനെ നിൽക്കുമായിരിക്കും. ഏതാണെങ്കിലും വേദ വീണ്ടും ഇങ്ങനെ നിർബന്ധിക്കുന്ന സമയത്ത് തന്നെ വിക്രം നേരെ ആ ഒരു കവറുമായിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, അമ്മേ ഇത് അച്ഛനും അമ്മയ്ക്കും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാൻ വാങ്ങിച്ചൊരു സമ്മാനമാണ്. എന്നാൽ ഇത് കാണുന്ന സമയത്തിന് മാഷ് വന്നിട്ട് അതങ്ങ് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, എടാ നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? ഒരു തവണ നീ ഇങ്ങനെ കൊണ്ടുവന്നപ്പോഴേക്കും ഞാൻ തട്ടിക്കളഞ്ഞു, വീണ്ടും അതേപോലെ തന്നെ നിനക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ നാണമില്ലേടാന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ നീ വാങ്ങിക്കുന്നതൊന്നും എനിക്ക് വേണ്ടാന്ന്. നിന്റെ പൈസയിലെ മറ്റുള്ളവരുടെ ചോരയുടെ മണമുണ്ടായിരിക്കും. അങ്ങനെയുള്ള പൈസ കൊണ്ട് നീ തരുന്നതെല്ലാം തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ദൈവം പോലും പൊറുക്കില്ല. നാശം, അവൻ്റെ ഒരു ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ദേഷ്യപ്പെട്ട് മാഷ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് കമലമ്മക്ക് അത് വല്ലാത്ത സങ്കടമായിരിക്കും. കമലമ്മ ചോദിക്കുന്നത്, എന്താടാ ഇത്, നീ എന്തിനു വീണ്ടും അച്ഛനും അമ്മക്കും വേണ്ടിയിട്ട് ഇതൊക്കെ വാങ്ങിച്ചു വന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ ഇതെല്ലാം കാണുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര സങ്കടമായിരിക്കും. വേദക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നന്ദിനിക്ക് വീണ്ടും കോളടിച്ചല്ലോ, കാരണം വീണ്ടും ഒരു സാരിയും മുണ്ടും ഷർട്ടൊക്കെ കിട്ടിയല്ലേ എന്ന് ചിന്തിച്ചിട്ട്. എന്നാൽ വിക്രം നല്ലോണം കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടാണ് ആ പൈസ ഉണ്ടാക്കിയതെന്നും ഒരുപാടധികം അധ്വാനിച്ച് തൻ്റെ വേർപ്പിൻ്റെ കൂലി കൊണ്ടാണ് ആ വസ്ത്രമെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്നത് എന്നൊക്കെ വേദക്കറിയാം. എന്നിട്ട് പോലും അച്ഛൻ അത് നിരസിച്ചത് കൊണ്ട് തന്നെ വേദക്കത് വല്ലാത്ത സങ്കടം തോന്നും. വിക്രത്തിൻ്റെ സങ്കടം പോലും സഹിക്കാൻ കഴിയാതെ വേദ എല്ലാവരുടെ അടുത്തായിട്ട് സത്യം പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം അച്ഛനും അമ്മക്കും വേണ്ടിയിട്ട് അധ്വാനിച്ചു കൊണ്ട് തന്നെയാണ്, വേർപ്പിൻ്റെ പൈസ കൊണ്ട് തന്നെയാണ് വിക്രം ഈ ഡ്രസ്സെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഞാൻ നേരിട്ട് കണ്ടതായിരുന്നു വിക്രം ജോലി ചെയ്യുന്നത്. എന്താണെങ്കിലും കാര്യം അറിയാതെ അച്ഛൻ ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് കമലമ്മ പോയിട്ട് നിലത്ത് കിടക്കുന്ന ആ ഒരു ഡ്രസ്സൊക്കെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. കമലമ്മ പറയുന്നത്, ആർക്ക് വേണ്ടെങ്കിലും ഇത് ഞാൻ എടുക്കടാ, എനിക്ക് വേണ്ടി നീ വാങ്ങിച്ചു തന്ന ഈ സാരി,
അങ്ങനെ സാരിയെല്ലാം നിലത്ത് നിന്ന് എടുത്തതിന് ശേഷം വിക്രമിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാട്ടോ കമലമ്മ. എന്നാൽ അമ്മ തന്നെ ചേർത്ത് പിടിക്കുന്ന സമയത്തായിരിക്കും വിക്രത്തിനൊന്ന് ആശ്വാസമാവുന്നത്. അതിനുശേഷം വിക്രം ഇങ്ങനെ മുറിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഡ്രസ്സൊക്കെ അഴിക്കുന്ന സമയത്തായിരിക്കും വിക്രത്തിൻ്റെ ദേഹത്തുള്ള മുറിവെല്ലാം തന്നെ വേദ കാണുന്നത്. വിക്രത്തിൻ്റെ മുറിവെല്ലാം കാണുന്ന സമയത്തിന് വേദക്ക് വല്ലാത്ത സങ്കടം തോന്നിയിട്ട് അതിലൊക്കെ അങ്ങനെ മരുന്ന് വെച്ച് കൊടുക്കും. അപ്പോൾ വിക്രം വേദയോട് പറയുന്നുണ്ട്, ഇപ്പം എന്തായി? നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സ്നേഹത്തോടെ അച്ഛനമ്മമാർക്ക് അത് വാങ്ങിച്ചു കൊടുത്തിട്ട് അച്ഛൻ്റെ പ്രതികരണം നീ കണ്ടില്ലേ? ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അച്ഛൻ്റെ സ്വഭാവത്തിൽ ഇനി ഒരിക്കലും എന്നോടുള്ള മാറ്റം, എന്നോടുള്ള സമീപനം ഇങ്ങനെ തന്നെയായിരിക്കും. അച്ഛൻ്റെ മനസ്സിലുള്ള എൻ്റെ സ്ഥാനം ഇങ്ങനെ തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് പറയാട്ടോ വിക്രം. അപ്പോൾ വേദ പറയുന്നുണ്ട്, സോറി വിക്രം, ഞാൻ കാരണമല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, നീ കാരണമൊന്നുമല്ല, ഇതൊക്കെ ഇപ്പോൾ എനിക്ക് ശീലമായി, അതിലൊന്നും എനിക്ക് യാതൊരുവിധ സങ്കടവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിക്രം. കമലമ്മ ഏതായാലും വിക്രം വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു സാരിയും ഷർട്ടും മുണ്ടായിട്ട് നേരെ മാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അത് കാണുന്ന സമയത്തിന് മാഷിന് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ കമലം നീ ഇതൊക്കെ പിടിച്ചോണ്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത്? മാഷേ, ഇത് നമ്മുടെ മോൻ നമുക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് മാഷ് പറഞ്ഞിട്ട്, നമ്മുടെ മോൻ, അവൻ എങ്ങനെയായിരിക്കും ഇത് വാങ്ങിച്ചത് എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. മറ്റുള്ളവരുടെ ചോരയുടെ മണമുള്ള ഈ ഡ്രസ്സായതായാലും എനിക്ക് വേണ്ട എന്നിങ്ങനെ മാഷ് പറയുന്ന സമയത്തിന് കമലമ്മ ചോദിക്കുന്നതിന്, മാഷേ എന്തറിട്ടാ മാഷി പറയുന്നത്? അവൻ ഇന്നത്തെ ദിവസം നമ്മളെന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം അവൻ ജോലിക്ക് പോയിട്ട് അധ്വാനിച്ച് ആ പണം കൊണ്ടാണ് അവനിത് നമുക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. 3 പേരുടെ ജോലി ഒറ്റക്ക് ഒരു ദിവസം ചെയ്തുകൊണ്ടാണ് നമ്മുടെ മോൻ നമുക്ക് വേണ്ടിയിട്ട് ഇത് സന്തോഷത്തോടു കൂടെ വാങ്ങിച്ചു വന്നിരിക്കുന്നത്. മാഷേ, എൻ്റെ മോൻ്റെ അധ്വാനം കൊണ്ട് വാങ്ങിച്ചതാണിത്. അതുകൊണ്ട് ഇത് ആർക്ക് വേണ്ടെങ്കിലും എനിക്കിതങ്ങനെ തട്ടിക്കളയാനൊന്നും പറ്റില്ല. ആർക്ക് വേണ്ടെങ്കിലും എനിക്കിത് വേണമെന്നൊക്കെ പറഞ്ഞ് മാഷിൻ്റെ മുന്നിൽ അതങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കട്ടെ കമലമ്മ ഏതായാലും സാരി കയ്യിൽ പിടിച്ചുകൊണ്ടതിന് അച്ഛനുള്ള ഷർട്ടും മുണ്ടും ആ ഒരു ബെഡിൽ തന്നെ വെച്ചുകൊണ്ടായിരിക്കും കമലമ്മ അവിടെ നിന്നും പോകുന്നത്. എന്നാൽ കമലമ്മയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് വിക്രം തനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ ചിന്തിച്ച് മാഷിനും അത് വല്ലാത്ത സങ്കടം തോന്നും. തൻ്റെ മോൻ തനിക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച് വാങ്ങിച്ചു തന്നതാണല്ലോ ഇത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഡ്രസ്സിലേക്ക് അങ്ങനെ നോക്കട്ടെ മാഷ് പയ്യെ വിക്രം തനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു ഷർട്ട് എടുത്തിട്ട് കണ്ണാടിയുടെ മുന്നിൽ വെച്ചിട്ട് അതിങ്ങനെ ദേഹത്ത് വെച്ച് നോക്കുമായിരിക്കും. എന്നാൽ ഇതെല്ലാം വേദ കാണുന്നുണ്ടായിരുന്നു. വേദക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. വേദ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, മാഷ് ഈ പുറമേ കാണിക്കുന്ന അത്രത്തോളം ദേഷ്യമൊന്നും ഒരിക്കലും വിക്രത്തിനോടില്ല. മാഷിൻ്റെ ഉള്ളിൽ വിക്രത്തിനോട് ഒരുപാടധികം സ്നേഹം വാത്സല്യമൊക്കെ ഉണ്ട് എന്ന കാര്യം വേദക്ക് മനസ്സിലാവും. പിറ്റേ ദിവസം തന്നെ മാഷും കമലമ്മയും കൂടിയിട്ട് മാഷിൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്നെ കമലമ്മ ഉടുത്തിരിക്കുന്നത് വിക്രം സമ്മാനമായിട്ട് കൊടുത്തേക്കുന്ന ആ ഒരു സാരിയായിരിക്കും. അതുപോലെ തന്നെ അച്ഛൻ ഇട്ടിരിക്കുന്ന ഷർട്ടും മുണ്ടും വിക്രം വാങ്ങിച്ചു കൊടുത്തതായിരിക്കും. അച്ഛനും അമ്മയും വിക്രം സമ്മാനിച്ച ആ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് കാണുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. രാവിലെ തന്നെ വേദ വിക്രത്തിനുള്ള ചായയുമായി കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്തിന് ഈ ഒരു സന്തോഷ വാർത്ത വേദ വിക്രത്തിനോട് പറയും. അതെ, ഒരു കാര്യം അറിയോ, ഇന്ന് അച്ഛനും അമ്മയും രാവിലെ തന്നെ അച്ഛമ്മയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവർ പോകുന്ന സമയത്ത് തന്നെ ഇന്നലെ വിക്രം സമ്മാനിച്ചിരിക്കുന്ന ആ ഒരു ഷർട്ടും മുണ്ടും അതുപോലെ തന്നെ അമ്മ ആ ഒരു ഡ്രസ്സും ഇട്ടിട്ടാണ് പോയിരിക്കുന്നത് എന്നൊക്കെ പറയും. എന്നാൽ വേദയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് വല്ലാത്ത സന്തോഷം തോന്നും. അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടാണല്ലോ താൻ ഇന്നലത്തെ ഒരു ദിവസം മുഴുവനായിട്ട് കഷ്ടപ്പെട്ടത്. എന്നിട്ട് വാങ്ങിച്ചു കൊണ്ട് കൊടുത്ത ഡ്രസ്സെല്ലാം അവർ ഇട്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച്, അച്ഛൻ പോലും താൻ വാങ്ങിച്ച ഡ്രസ്സെല്ലാം ഇട്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര സന്തോഷമായിരിക്കും വിക്രത്തിന്. വിക്രത്തിൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടതിന് വേദ എല്ലാവരെയും ഒത്തൊരുമിച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്ന സമയത്തിന് വിഷൻ ഇതിൻ്റെ ഇടയ്ക്ക് കടന്നിട്ട് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ആരും തന്നെ വിചാരിച്ചില്ല. കുറേ കാലം മടി പിടിച്ച് നടന്നിരുന്ന വിശ്വം എങ്ങനെയെങ്കിലും ഇനി ജോലിക്ക് പോയിക്കോട്ടെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണല്ലോ വേദ കഷ്ടപ്പെട്ടൊരു ജോലി സെറ്റാക്കി കൊടുത്തത്. എന്നാൽ തൻ്റെ ഭർത്താവ് ജോലിക്ക് പോവാണെന്ന സന്തോഷത്തിലായിരിക്കും ശ്രീജ. എന്നാൽ കുറേ ദിവസത്തിന് ശേഷം ശ്രീജയെ പറ്റിച്ചുകൊണ്ട് തന്നെ ജോലിക്കൊന്നും പോവാതെ ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ കടലേം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യമെല്ലാം തന്നെ ശ്രീജ ഒരു ദിവസം അറിയും. തന്നെ ചതിച്ചുകൊണ്ട് തന്നെ ജോലിക്ക് പോലും പോവാതെ വിശ്വേട്ടൻ ബീച്ചിൽ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു എന്ന സത്യമെല്ലാം ശ്രീജ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല ഇത് കണ്ടിട്ട് ഒട്ടും സങ്കടം സഹിക്കാൻ കഴിയാതെ വേദയോട് പറയുന്നുണ്ട് കേട്ടോ. ശ്രീജയുടെ തീരെ സങ്കടം സഹിക്കാൻ വയ്യാതെ വേദ വിശ്വത്തിനടുത്ത് നല്ല മുട്ടം പണി കൊടുക്കുന്ന എപ്പിസോഡൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.